ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് കാണാം. സ്ത്രീകളുടെ മൊത്തം സ്വഭാവങ്ങൾ എണ്ണി പറഞ്ഞപ്പോ 10 ജീവികളുടെ സ്വഭാവങ്ങളോട് സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകളുടെ സ്വഭാവങ്ങൾ. എത്ര ജീവികൾ? 10 ജീവികള്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ചില സ്ത്രീകൾ അവരുടെ പതിവ് കആദത്തിൽ ഖിൻസീർ, പന്നിയുടെ പതിവ് പോലെയാണ്. എന്താണ് പന്നിന്റെ സ്വഭാവം? പന്നിക്ക് നല്ലോണം ഭക്ഷിക്കാനല്ലാതെ അറിയൂല. അതിന്റെ പാത്രം നല്ലോണം നിറക്കണം, പിന്നെയോ വേറെ കുറെ പാത്രങ്ങൾ പൊട്ടിക്കണം. അത് മാത്രമേ ആ പെണ്ണിന് അറിയുകയുള്ളൂ. ഇഷ്ടം പോലെ ഭക്ഷിക്കണം, ഇഷ്ടം പോലെ നിറക്കണം. നേരെ ചൊവ്വല്ലെങ്കിൽ ആ പാത്രങ്ങൾ പൊട്ടിക്കണം. അതെ, എവിടുന്നാണ് ഇത് വരുന്നത്, എവിടേക്കാ പോകുന്നത്, യാതൊരു പരിഗണനയും ഇല്ല. ദീനിന്റെ ഒരു വിഷയവും പരിഗണിക്കൂല, നിസ്കാരത്തിന്റെ വിഷയവും പരിഗണിക്കൂല, നോമ്പിന്റെ വിഷയവും പരിഗണിക്കൂല. ഭക്ഷണം നല്ലോണം കഴിച്ചങ്ങനെ നടക്കും. വലാ തസ്തഗിലു ബിഹിഫ്ളിൽ ഔലാദ്, മക്കളുടെ സംരക്ഷണം അവരുടെ ഡ്യൂട്ടിയല്ല. അവരെ പരിപാലനമോ ഖുർആൻ പഠിപ്പിക്കലോ ഇൽമു പഠിപ്പിക്കലോ വസ്ത്രങ്ങൾ ധരിപ്പിക്കലോ അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടിയല്ല. വതുൽഹിറു റായിഹത്തൽ കരീഹ, എപ്പോഴും ദുർഗന്ധവാസനയുണ്ടാകും ശരീരത്തിൽ. സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധവാസനയുള്ള ജീവിയാണ് ഈ പന്നി എന്ന് പറഞ്ഞത്. പന്നിന്റെ സ്വഭാവം സ്വീകരിക്കാൻ പാടില്ല. വീട്ടിന്റെ അകത്താണ് സഹോദരിമാരെ നല്ല സുഗന്ധങ്ങളും മറ്റൊക്കെ ഉപയോഗിക്കേണ്ടത്. ഭർത്താവിന്റെ കൂടെ കിടക്കുമ്പോൾ, കുളിച്ചു കഴിഞ്ഞിട്ട് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുമ്പോൾ, നിസ്കാരക്കുപ്പായം ഇടക്കിടക്ക് കഴുകിയിട്ട് അതിൽ നല്ല അത്തറ് പൂശണം. നല്ല വാസന ഉണ്ടാകണം അതിന്. കാരണം നിസ്കാരത്തിൽ മനസ്സ് ഏകീകരിച്ച് കിട്ടണം. അതിന് നല്ല വൃത്തി വേണ്ടേ. യാ ബനി ആദമ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, നിസ്കരിക്കുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കണം. വൃത്തിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൃത്തിയും നല്ല ശുദ്ധിയും. പുറത്തേക്ക് പോകുമ്പോൾ ആളുകളുടെ മൂക്കിലേക്ക് അടിച്ചു വീശുന്ന തരത്തിലുള്ള അത്തറും സുഗന്ധമൊന്നും പുരട്ടാൻ പാടില്ല. അതേ സമയത്ത് അത് പുരട്ടേണ്ട വളരെ പ്രധാനപ്പെട്ട സുന്നത്തുള്ളൊരു സന്ദർഭമുണ്ട്. വീട്ടിൽ ഭർത്താവിന്റെ കൂടെ കിടക്കുമ്പോഴും ഒറ്റക്ക് കിടക്കുമ്പോഴും മക്കളെ പരിപാലിക്കുമ്പോഴും കുട്ടികളൊക്കെ എടുത്ത്, ചെറിയ കുട്ടികളൊക്കെ മടിയിലേക്ക് എടുത്ത് ആ മടിയിൽ കിടക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് നല്ല സുഗന്ധം വാസനിക്കണം. വസ്ത്രത്തിൽ നല്ല സുഗന്ധം പൂശണം. അത് സുന്നത്താണ്. പന്നി നോക്ക് നിങ്ങൾ, പന്നിന്റെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്നാണ്. അതിന്റെ പള്ള നടക്കുന്നല്ലാതെ വേക്കിൽ എത്ര മക്കളുണ്ടെങ്കിലും അവർക്ക് കിട്ടിയില്ല എന്ന് പന്നി നോക്കൂല. കോഴി അങ്ങനെയല്ലല്ലോ. കോഴി അങ്ങനെ അല്ല. കോഴി എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ 4 കൊത്തെത്തിയിട്ട് കുട്ടികളൊക്കെ വിളിച്ചു വരുത്തും, കണ്ടില്ലേ? അപ്പൊ എല്ലാ കുട്ടികളും വരും, അവര് വീതിച്ചെടുക്കും. പന്നി അങ്ങനല്ല. പന്നിന്റെ കൂടെ പിന്നാലെ നോക്കുമ്പോൾ 15 എണ്ണം ഉണ്ടെങ്കിലും ഒരൊറ്റ എണ്ണത്തിനെ പന്നി നോക്കൂല. ഗസാലി ഇമാം തങ്ങൾ പറഞ്ഞു, ഈ വാർത്ത വായിച്ചത് ഞാൻ എന്റെ വക